So we're continuing with our journey. നമ്മുടെ യാത്ര തുടരുകയാണ്. We had stopped at Charles Fitch's event, the death of Charles Fitch. നമ്മൾ ചാൾസ് ഫിച്ചിന്റെ മരണത്തോടുകൂടി നമ്മൾ അവസാനിച്ചു. And it was just a few days before the 22nd of October 1844. കുറച്ച് ദിവസങ്ങൾ മുമ്പായിട്ട് 1844 മുമ്പായിട്ടാണ് അത് സംഭവിച്ചത്. But as we read, as I mentioned from early writings, ഞാൻ മുൻപേ ആദ്യ കാലഘട്ടങ്ങളിൽ എഴുത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചുവല്ലോ. Charles Fitch is saved and is waiting for the resurrection. ചാൾസ് ഫിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. Then we will come to this man called Samuel Snow. ഇനി സാമുവൽ സ്നോ എന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. Samuel Snow was the person who actually found out the right date. സാമുവൽ സ്നോ ആ വ്യക്തി കൃത്യമായ ആ തീയതി കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്. The initial date that Miller had. മില്ലറിന്റെ യഥാർത്ഥ തീയതി കണ്ടുപിടിച്ച വ്യക്തിയാണ്. Was 1843. 1843. He said that Jesus would return in the Jewish year of 1843 to 44. അവിടെ പുള്ളി പറയുണ്ടായി യേശു ക്രിസ്തു ജൂയിഷ് ആ കാലണ്ടർ പ്രകാരം 1843 മുതൽ 44 വരെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുണ്ടായി. The Jewish year that ended in 1844 ended in either March or April. അവിടെ ജൂയിഷ് കാലണ്ടർ പ്രകാരം ഒന്നെങ്കിൽ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലിൽ അത് 1844 അവസാനിക്കും എന്ന് പറയുണ്ടായി. So the people that were with Miller had their first disappointment in March or April. അവിടെ മില്ലറിന്റെ കൂടെ ഉള്ളവർക്ക് വളരെ ഒരു നിരാശ ഉണ്ടായി. ആദ്യത്തെ ഒരു നിരാശ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. And for a few months they didn't know what to expect or what to think. ചില മാസങ്ങൾ അവര് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവര് വ്യക്തമായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നു. They had the first disappointment on March or April. അവർക്ക് ആദ്യത്തെ നിരാശ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ സംഭവിച്ചു. And then there was a time that they seemed to be not knowing what would happen. അവര് അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന പ്രത്യാശയോടെ അവർ കാത്തിരുന്നു. So Samuel Snow was not a believer initially. സാമുവൽ സ്നോ യഥാർത്ഥ ഒരു വിശ്വാസിയല്ല. He was an infidel, unbeliever. ഒരു അവിശ്വാസിയായിരുന്നു. But somehow the message reached him. എങ്ങനെയാണ് ദൈവത്തിന്റെ ആ ദൂത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. And he accepted the message and started studying the prophecies. അവിടെ ആ ദൂത് അറിഞ്ഞ ശേഷം പ്രവചനത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് തുടക്കം കുറിച്ചു സാമുവൽ സ്നോ. So in the time that they didn't know what date would be the right date, അവർക്ക് ആ സമയത്ത് യഥാർത്ഥമായിട്ടുള്ള ദിവസം എന്താണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. Samuel Snow was the person who finally understood that it would be on October 22, 1844. അവിടെ സാമുവൽ സ്നോ ആണ് യഥാർത്ഥമായിട്ട് ഒക്ടോബർ 22, 1844 എന്ന പറഞ്ഞ തീയതിയിലേക്ക് വന്നത്. And how did he understand that? എങ്ങനെ ആ വ്യക്തി അത് മനസ്സിലാക്കി? He was basically connecting Daniel 8:14. അവിടെ യഥാർത്ഥമായിട്ട് സാമുവൽ സ്നോ പഠിച്ചത് ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിന്നും, which talks about the cleansing of the sanctuary. അവിടെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാൻ. With the day of atonement of Leviticus 16. അവിടെ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അവിടെ വിശുദ്ധ മന്ദിരത്തിനെ കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് അവിടെ പഠിക്കുകയുണ്ടായി. And he realized that the Day of Atonement would fall on the 10th day of the 7th Jewish month.
അവിടെ ഇത് 7-ാം മാസം യഹൂദന്മാരുടെ കാലണ്ടർ പ്രകാരം ഏഴാം മാസം 7-ാമത്തെ ദിവസം ആണ് ഇത് ഉണ്ടാകുന്നത്. അത് 10-ാം ദിവസം എന്ന് പഠിക്കണ്ടായി. 7-ാം മാസം 10-ാം തീയതി. So if he could figure out when would be the 7th month of the Jewish calendar in that year, അവിടെ അപ്രകാരം ആ കണക്കുകൂട്ടൽ പ്രകാരം 7-ാം മാസം അവിടെ അത് എന്ത് തീയതിയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി. he would be able to find when the coming of Jesus would be. അവിടെ പുള്ളിക്കാരന് മനസ്സിലാക്കാൻ പറ്റി എപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ വരവ് കാണും എന്ന് മനസ്സിലാക്കാൻ പറ്റി. But how could they find out when the 7th month of the Jewish calendar was if the rabbinical calendar followed the rest of the world's calendar? അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂയിഷ് കാലണ്ടർ പ്രകാരം 7-ാം മാസം റബിക്കോ കാലണ്ടർ പ്രകാരം മറ്റ് സാഹചര്യങ്ങളിൽ കുറെ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? They didn't want to follow a calendar that was worldly. അവര് ഈ ലോകപ്രകാരമായുള്ള കാലണ്ടറെ അത് പ്രകാരം അനുസരിച്ച് പോകുവാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല. So they were looking for Jews who were still keeping time based on the harvest of the barley. അവിടെ കൊയ്ത്തുകാല സമയത്തിന് വേണ്ടി യഹൂദന്മാരുടെ കൊയ്ത്തുകാല സമയത്തിന് വേണ്ടി ഗോതമ്പ് മണികൾ കൊയ്ത്തുകാല സമയത്തിന് വേണ്ടി ആ സമയത്തിന് വേണ്ടിയുള്ള കാലണ്ടറുകളെ അനുസരിച്ച് അവർ നോക്കിക്കൊണ്ടിരുന്നു. And they understood that the Cariite Jews were still keeping time based on the barley harvest. അവിടെ നോക്കുവാണെങ്കിൽ ആ കൊയ്ത്തിനെ കുറിച്ചും ബാർലിയ ജ്യൂസ് എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടം ആ കൊയ്ത്തിന്റെ ആ കാലഘട്ടങ്ങളെ അവർ അനുസരിച്ചാണ് അവർ നടക്കുന്നത് എന്ന് അവർക്ക് കാണുവാൻ സാധിക്കാൻ പറ്റും. You may be thinking, how can the barley help us understand what the calendar is? അവിടെ എങ്ങനെയാണ് ആ കൊയ്ത്ത് നമ്മളെ മനസ്സിലാക്കുവാൻ പറ്റുന്നത് എങ്ങനെ നിങ്ങൾ ആലോചിക്കും. But it's simple. സാധാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. They needed the barley, the grain of the harvest, to present before the Lord on the 16th day of the first month. അവിടെ ആ ഗോതമ്പയുടെ ആ കൊയ്ത്തുകാലം അവർക്ക് 16-ാമത്തെ ദിവസത്തിന്റെ ആ മാസത്തിൽ 16-ാമത്തെ ദിവസം അത് കൊണ്ടുവരണം. Remember that they had to kill the lamb on the 14th day of the month? അവിടെ അവർക്ക് ഓർമ്മ വേണം ആ ആട്ടുകുട്ടി അറുക്കപ്പെടുന്ന ആ 14-ാം ദിവസം. And then on the 16th day they were to wave the sheaf of barley of the harvest. അവിടെ ആ ഗോതമ്പയുടെ ആ അതിനുള്ള ആ തൂക്കം അവര് 16-ാമത്തെ ദിവസം അത് കൊണ്ടുവരണം. Do you remember that? ആ ഗറ്റ. Do you remember? അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? What did that represent? അത് എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? First fruit. The first fruit, The right. first fruit. But what did the first fruit represent? ആദ്യ ഫലം എതിനെയാണ് സൂചിപ്പിക്കുന്നത്? Jesus Christ. It represents Jesus Christ. Not specifically Jesus Christ alone. A group that came with him, right? Okay, so on the 14th day, the lamb was killed. On the 16th day of the first month, the wave sheaf was presented before the Lord. Go ahead, I'm sorry. 14-ാമത്തെ ദിവസം കുഞ്ഞാട് അറുക്കപ്പെടുന്നു. 16-ാമത്തെ ദിവസം ആ കൊയ്ത്ത് അവിടെ തൂക്കപ്പെടുന്നു. അത് സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. So Jesus was sacrificed on the 14th day. അവിടെ 14-ാമത്തെ ദിവസം യേശുക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടു. He rested on the tomb on the true Sabbath, the 7th day. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ശബത്ത് അനുസരിക്കുന്നവർക്ക് And on the first day of the week, which was the 16th day of the first month, he resurrected. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥമായിട്ട് ആ മാസത്തിൽ ആദ്യത്തെ ദിവസം ആ 16-ാമത്തെ ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. And many of the saints whose graves were opened when there was the earthquake at Jesus' death also resurrected with him. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധന്മാരും അനേകം പേർ എഴുന്നേൽക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. It is so good to have the spirit of prophecy to give us more understanding of what happened there.
അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആത്മാവിൻ്റെ വരങ്ങൾ എന്ന പുസ്തകത്തിൽ പ്രവചനത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വിശദീകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. She says that the people who resurrected with Jesus were of different sizes. അവിടെ യേശു ക്രിസ്തുവിനെ കൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവർ വിവിധമായ ഭാഗങ്ങൾ ആയിരുന്നു സൈസിൽ. And she says they were martyrs. They died a martyr death. അവർ ചിലർ കൊലപാതകർ രക്തസാക്ഷികളായി ജീവിച്ചതായിട്ട്. So I imagine that Abel was there. It's my imagination. എൻ്റെ ഒരു തോന്നൽ ഏബേൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. Maybe Isaiah. അവിടെ ഐസയ ഉണ്ടായിരിക്കും എന്നാണ്. Even John the Baptist. യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. It's my imagination. I'm not saying that it is. ഞാൻ എൻ്റെ ചിന്തയിൽ വരുന്ന ഒരു കാര്യമാണ്. But I just know they were different sizes. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവിധമായ ആൾക്കാരുണ്ടായിരുന്നു. They entered with Jesus in the city. അവര് യേശുക്രിസ്തുവിനോട് കൂടെ ആ നഗരത്തിലേക്ക് അവർ പ്രവേശിച്ചു. And Jesus took them to heaven. അവർ യേശുക്രിസ്തു അവരെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. And presented them as the first fruits before the Father. അവിടെ ആദ്യത്തെ ബലനായിട്ട് യേശുക്രിസ്തു അവരെ പിതാവിന്റെ മുമ്പിൽ ആദ്യ ഫലമായിട്ട് അവരെ അർപ്പണിക്കപ്പെട്ടു. Okay, so for the 16th day of the month, they needed to have the barley, the grain of barley, ready to be harvested. Otherwise, they couldn't present the wave sheaf, right? 16ാമത്തെ ദിവസം ആ ഗോതമ്പിന്റെ മണികൾ എടുക്കപ്പെട്ട് അതിനെ തൂക്കത്തിലേക്ക് വരുവാനായിട്ട് അത് കൊയ്ത്ത് സമയമായി ആക്കാൻ പറ്റും. So how would they know if they would have it by the 16th? എങ്ങനെയാണ് ആ 16 എന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കാൻ പറ്റുന്നത്? On the first day of the month, the priest would go to the harvest, to the place where they had planted the barley. അവിടെ ആ മാസത്തിൽ ആദ്യത്തെ ദിവസം 1ാമത്തെ ദിവസം പുരോഹിതൻ ആ വയൽനിലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ അത് നോക്കുകയും ചെയ്യും. And he would look at the plants to see if 2 weeks later they would be ready for harvesting. അവിടെ ആ കൊയ്ത്തിന് വേണ്ടി അത് തയ്യാറായിട്ടുണ്ടോ, 2 ആഴ്ചക്കുള്ളിൽ അത് തയ്യാറായിട്ടുണ്ടോ എന്ന് പ്രധാന പുരോഹിതൻ അവിടെ ചെന്ന് കാണുകയും ചെയ്യും. He had experience in discerning whether they would be ready or not. അവിടെ അനുഭവമായിട്ട് പുള്ളിക്ക് അനുഭവമുണ്ട് അത് തയ്യാറായിട്ടുണ്ടോ, കൊയ്ത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ എന്ന്. And if he looked at it and said, no, they will not be ready in 2 weeks. അവിടെ ആ പുരോഹിതൻ പറയും അത് തയ്യാറായിട്ടില്ല, അത് തയ്യാറാകുന്ന നിലയില്ല എന്ന് പറയുവാണെങ്കിൽ what they would do is they would add a 13th month for that year. അവിടെ ആ വർഷത്തേക്ക് ഒരു മാസം കൂടെ കൂട്ടി 13 മാസങ്ങളായി അവർ കണക്കിടും. Remember their calendar year only had 360 days. അവിടെ നമുക്ക് ഓർക്കണം 360 ദിവസങ്ങൾ മാത്രമേ ഒരു കാലണ്ടറിൽ കാണുന്നുണ്ട്. So every year their calendar was getting 5 days short of the solar calendar. Solar year. അവരുടെ കാലണ്ടറിൽ സോളാർ കാലണ്ടറിൽ എല്ലാ വർഷങ്ങളും 5 ദിവസം കുറവായിട്ടാണ് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കാൻ പറ്റും. So once they get about 30 days early, they have to add another month to align with the solar calendar. അവിടെ ആ സോളാർ കാലണ്ടറിൽ അവര് 30 ദിവസം മുമ്പിൽ വരുവാണെങ്കിൽ ഒരു അതും കൂട്ടിച്ചേർക്കുവാനായിട്ട് അവർക്ക് കാണുവാൻ സാധിക്കാൻ പറ്റും. So the Karaite Jews were still keeping time, the calendar time, based on the harvest of the barley. അവിടെ യഹൂദന്മാരിൽ ഒരു കൂട്ടക്കാര് ആ കാലണ്ടർ പ്രകാരം ആ സമയപരിധികൾ അവർ അത് കൃത്യമായിട്ട് അനുസരിച്ച് വന്നു എന്ന് കാണുവാൻ സാധിക്കാൻ പറ്റും. So Samuel Snow and some other Adventists or Millerites got the old Karaite calendar. അവിടെ സാമുവൽ സ്നോവും മുൻ മിഷണറികളും ആ കനാനൈറ്റ് കാലണ്ടറെ അത് പ്രകാരം അവരെ പഠിക്കുകയും and with that calendar they were able to find out when the 10th day of the 7th month would be of that year. അത് പ്രകാരം അവർ പഠിക്കിയ പ്രകാരം 7ാം മാസം 10ാം തീയതി എന്നാണ് എന്ന് അവർക്ക് അതിൻ പ്രകാരം അവർ പഠിക്കുകയുണ്ടായി. So they had a camp meeting in Exeter. അവിടെ ഒരു ക്യാമ്പ് മീറ്റിംഗ് എക്സെറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലുണ്ടായിരുന്നു. This is the site where the camp meeting was. ഇതാണ് യഥാർത്ഥമായ ആ സ്ഥലം, എക്സ്റ്റർ എന്ന് പറഞ്ഞ ആ സ്ഥലം.
And they were preaching that Jesus would come. അവര് സംസാരിക്കുകയാണ് ക്രിസ്തു വീണ്ടും വരും എന്ന്. There were several tents in that camp meeting. അവിടെ അനേകമായ കൂടാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. Some people were tired already. അവര് ചിലർ മടുത്തു, ക്ഷീണിതരായി. Some people said, we already preached this and we got disappointed. ഞങ്ങൾ ഇത് ഓൾറെഡി ഞങ്ങൾ സംസാരിച്ച് ഒരു നിരാശയുടെ അനുഭവത്തിലാണ് എന്ന് പറയുണ്ടായി. But most of the people were still preaching and saying, let's keep trusting the Lord. അവിടെ അനേകം പേര് പിന്നെയും പ്രസംഗിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കാം എന്ന് ചിലര് പ്രസംഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. In one of the tents, Joseph Bates was preaching. അവിടെ ഒരു കൂടാരത്തിൽ ജോസഫ് ബേറ്റ്സും സംസാരിച്ചുകൊണ്ട് ഇരുന്നു. And soon a man riding his horse comes to that tent. ഒരു കുതിരയിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തി ആ കൂടാരത്തിലേക്ക്, ജോസഫ് ബേറ്റ്സിന്റെ കൂടാരത്തിലേക്ക് അടുത്ത് കടന്നു വരികയുണ്ടായി. He enters the door and speaks to a woman that is in the back. അവിടെ പുറകിലിരുന്ന ഒരു സ്ത്രീയോട് സംസാരിക്കുകയുണ്ടായി. That woman then interrupts the speaker, അവിടെ Joseph Bates. ആ സ്ത്രീ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് ഇടപെട്ട് നിർത്തുവാൻ പറഞ്ഞു. And she says, what you are saying, we already know. Here is a man with new light. അവിടെ പറയുകയുണ്ടായി, ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഒരു പുതിയ വെളിച്ചമായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ടല്ലോ. And Joseph Bates courteously steps down from the platform. അവിടെ ജോസഫ് ബേറ്റ്സ് അവിടെ സംസാരിച്ചിരുന്ന ഇടത്ത് നിന്ന് താഴെ ഇറങ്ങി ചെയ്ത്. And Samuel Snow comes and presents his study. അവിടെ സാമുവൽ സ്നോ വന്നിട്ട് ആ സാമുവൽ സ്നോയുടെ പഠിത്തത്തിനെ കുറിച്ച് അവർക്ക് വിശദീകരിച്ചു. And from several different lines of reasoning, he comes to the conclusion that Jesus will return in October. അവിടെ ചില കാര്യങ്ങളിൽ കൂടെ കടന്നു വന്നിട്ട് സാമുവൽ സ്നോ പറയുന്നു, ഒക്ടോബറിൽ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരും. That was like fire in the camp meeting. അത് ഒരു തീ പോലെ ആ പ്രദേശത്ത് ആ കൂടാരങ്ങളിൽ മൊത്തം പറന്നു ചെന്നു. The people, when they saw the message of time, അതിന്റെ സമയത്തിനെ അവരെ നോക്കിയപ്പോൾ, they were so excited and so desirous to preach that message to the world. അവർക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനെക്കുറിച്ച് മറ്റവരുടെ സംസാരിക്കുവാനും അതിനെക്കുറിച്ച് മറ്റവരുടെ കേൾക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ച് അത് പറയുണ്ടായി. That they went from that camp meeting preaching everywhere. ആ കൂടാരത്തിൽ നിന്ന് അനേക സ്ഥലങ്ങളിൽ അവര് ഇതിനെക്കുറിച്ച് പ്രസംഗമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. If you remember the parable of the 10 virgins, അവിടെ 10 കന്യകകളുടെ ആ ഉപമയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, you will know that at midnight there's a cry, behold the bridegroom cometh. അവിടെ അർദ്ധരാത്രിയിൽ ഒരു ശബ്ദം ഉണ്ടായിരുന്നു, അവിടെ മണവാളൻ വരുവാൻ തയ്യാറായിട്ടുണ്ട് എന്ന് രാത്രിയിൽ ശബ്ദം ഉണ്ടായി. From March or April to October, midnight would be around the time of the camp meeting. അവിടെ മാർച്ച് ഏപ്രിൽ മുതൽ ആ അർദ്ധരാത്രി എന്ന് പറയുന്നത് ഇവിടെ ഈ പാതി രാത്രിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആ സമയമായിരുന്നു. Early August. ഓഗസ്റ്റില് ആദ്യത്തെ ആ ദിവസങ്ങൾ. And Miller and Himes did not accept the date that Samuel Snow found out, the October 22 date. മില്ലറും ഹൈറ്റ്സും ആ ഒക്ടോബർ 22, 1844 എന്ന് പറഞ്ഞ ദിവസത്തെ അവർ സ്വീകരിച്ചില്ല. They resisted to accept it. അവർക്ക് ഉൾക്കൊള്ളുവാൻ പറ്റിയില്ല. And they only accepted it in October 1st. അവര് ഓർത്തത് ഒക്ടോബർ 1 എന്ന് അവര് ഉൾക്കൊണ്ടു. The message of time, of definite time, gave such an impetus to the message. അവിടെ ആ യഥാർത്ഥ സമയം, യഥാർത്ഥ ദിവസത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചിലർക്ക് അതിന് അത്ഭുതം തോന്നി, അത് ഏറ്റവും അവർക്ക് ഒരു ഉചിതമായി തോന്നി. The news were going around the world. അവിടെ ലോകം മൊത്തം ഈ സന്ദർശനം പറന്നു പോവുകയുണ്ടായി. And many people accepted the message out of fear. അനേകം പേര് ഭയപ്പെട്ട് ഈ ദൂത് അവര് കൈക്കൊള്ളുവാൻ ആഗ്രഹിച്ചു. Not out of conviction. അവര് യഥാർത്ഥ മാനസാന്തരമില്ലാതെ, not even out of love to God. ദൈവത്തോട് സ്നേഹം കാണിക്കാതെ.
But there were those who accepted because of love to God. അവർക്ക് ഒരു പേടി കൊണ്ട് ആ ദൂത് അവര് സ്വീകരിക്കുകയും ചെയ്തു. So they started printing the last few issues of the newspaper. അവിടെ യഥാർത്ഥ മാധ്യമങ്ങളിൽ കൂടെ കടന്നു വന്ന ചില കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുകയുണ്ടായി. The newspaper presented the message in a broad audience. അവിടെ ആ മാധ്യമങ്ങളിൽ കൂടെ കടന്നുപോയ ആ പത്ര വാർത്തകൾ അനേകം പേർക്ക് അത് പോവുകയുണ്ടായി. They started leaving their jobs and selling what they had to give money to spreading the message. അവിടെ അനേകം പേർ തങ്ങളുടെ ജോലിയിൽ ഇരുന്ന് ജോലി കളഞ്ഞിട്ട് തങ്ങളുടെ വസ്തുക്കൾ വിറ്റ് ആ ദൈവത്തിന്റെ ദൂത് അറിയിക്കുവാൻ വേണ്ടി അതിനുള്ള സാമ്പത്തികമായിട്ട് അവർ സഹായിക്കാൻ മുൻവന്നു. One man decided that he was not going to harvest his potatoes. അവിടെ ഒരു മനുഷ്യൻ തൻ്റെ ഉരുളക്കിഴങ്ങ് കൃഷിയെ അത് എടുക്കാനായിട്ട് വിളവെടുക്കുവാനായിട്ട് തയ്യാറാകാതെ because he said the Lord is coming. എന്തുകൊണ്ടാൽ യേശുക്രിസ്തു കടന്നു വരികയാണ്. Why will he need to harvest them? എന്തുകൊണ്ട് ഞാൻ ആ വിളവ് എടുക്കണം? He said, I will let my field preach that I believe that the Lord is coming. ഞാൻ എൻ്റെ വിളവ് എടുക്കാതെ ഞാൻ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കും, യേശുക്രിസ്തു ദാ കടന്നു വരുന്നു എന്ന് മറ്റവർക്ക് ദൂത് അറിയിക്കും. And his neighbors were laughing at him. അവിടെ തൻ്റെ അയൽവാസി അവനെ നോക്കി ചിരിക്കുകയുണ്ടായി. So everybody else harvested their potatoes. എല്ലാവരും അവിടെ വിളവ് അവൻ്റെ ഉരുളക്കിഴങ്ങ് വിളവ് എടുക്കുമ്പോൾ ഈ വ്യക്തി അത് എടുത്തില്ല. But since his potatoes were in the ground, there came a disease that destroyed the other potatoes who were harvested. അവിടെ ആ വിളവെടുത്ത ഒരു വിധമായ രോഗം കടന്നു വന്ന് അതിനെ നശിപ്പിക്കുകയുണ്ടായി. But his potatoes weren't touched by the disease. ഈ മനുഷ്യന്റെ മറ്റ് കൃഷികളുടെ വിളവ് നശിക്കപ്പെട്ടു, ഈ മനുഷ്യന്റെ വിളവ് നശിക്കപ്പെട്ടിട്ടില്ല. So after the disappointment, he harvested his potatoes. അവിടെ നിരാശയുടെ അനുഭവത്തിന് ശേഷം ഈ വ്യക്തിയുടെ ആ വിളവ് ആ വ്യക്തി വിളവെടുത്തതായിട്ട് കാണുവാൻ സാധിക്കും. Whereas his neighbors all lost their crops. അവരുടെ അയൽവാസികൾ തന്നെ കണ്ട് പരിഹസിച്ചവരുടെ അവരുടെ വിളവുകളെല്ലാം നശിക്കപ്പെട്ടു. There were people that although they believed or they said they believed that Jesus was coming, അവരുടെ അനേകം പേര് യേശുക്രിസ്തു വരും എന്ന് വിശ്വസിച്ചവര് they withheld their money. അവരുടെ ആ പണം അവരുടെ കയ്യിൽ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. They knew God was coming, but they said, no, we'll keep our money for ourselves the most we can. അവിടെ അവരുടെ കയ്യിൽ കുറെ പണം സ്വരൂപിച്ചിട്ടുണ്ട്, ഉള്ള കാര്യങ്ങൾ അളവിന് കൊടുക്കാം എന്ന് അവർ കൊടുത്തു. And when they realized that it was almost the day, അത് ആ ദിവസം അവർ മനസ്സിലാക്കിയ ശേഷം they then brought their money and said, here's our money, use it for spreading the gospel. ആ ദിവസം അവര് ആ പൈസ കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ ദൂത് അറിയിക്കുവാൻ വേണ്ടി ഇത് ഉപയോഗിക്കുക എന്ന് കൊടുത്തു. But the reply was, you are too late. നിങ്ങള് താമസക്കാരാണ്, ഇനി അതിന് സമയമില്ല എന്ന് പറയുണ്ടായി. We have paid for all the printing matter we can possibly circulate before the end. അവിടെ അവസാനത്തിന് മുമ്പായിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ അതിനു വേണ്ടിയുള്ള പൈസ കൊടുക്കുകയും ചെയ്തു, അതിനുള്ള സമയം അടുത്തു വരുന്നു എന്ന് പറയുണ്ടായി. We do not want any more money. ഇനി ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. An eyewitness came and said that he saw men lay thousands of dollars on the desk before the publisher of the Voice of Truth. അവിടെ പ്രസിദ്ധീകരണത്തിന് മുമ്പായിട്ട് ആയിരക്കണക്കിലുള്ള ഡോളറുകൾ അവിടെ ആ ടേബിളിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാൻ പറ്റി. And in anguish of spirit they begged of him to take it and use it. അവിടെ അത് എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ അത് ആവശ്യമുള്ള പ്രസിദ്ധീകരണത്തിനുള്ളതായി തീർന്നതായിട്ട് കാണുവാൻ സാധിക്കാൻ പറ്റി. The reply was, you are too late. അവിടെ നിങ്ങൾ താമസക്കാരാണ്. We don't want your money now. നിങ്ങളുടെ സാമ്പത്തികമായുള്ള ധനം ഞങ്ങൾക്ക് ആവശ്യമില്ല. We can't use it. ഞങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. Then they said, cannot it be given to the poor? അത് നമുക്ക് ദാരിദ്ര്യമായുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കാമല്ലോ. The answer was the same. അത് യഥാർത്ഥമായിട്ട് അങ്ങനെയാണ്, ഇനി പറ്റില്ല എന്ന് പറയുന്നുണ്ട്. We have made provision for the immediate wants of all such that we can reach.
ഇനി ആവശ്യമുള്ളവർക്ക് ഉടനെ കൊടുക്കാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടി അത് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. So these people that had withheld their money in distress of mind took away their money, declaring that the frown of God was upon them for their lack of faith. അവരുടെ വിശ്വാസത്തിന് വേണ്ടി ആ പൈസ കൊണ്ടുവന്നവര് അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ യഥാർത്ഥമായുള്ള വിശ്വാസമാരോ അനുഭവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അവർ മാറിയതായിട്ട് കാണുവാൻ സാധിക്കാൻ പറ്റും. Let us not follow their example. അവരുടെ വിധമായ ഉദാഹരണങ്ങൾ നമ്മൾ മാതൃകയാക്കാതെ. Our money is not ours. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നമ്മുടെ അല്ല. We are just stewards of that money. അതിന് നമ്മൾ ഉഗ്രാണത്വക്കാരാണ്, അതിനുവേണ്ടി കണക്ക് കൊടുക്കേണ്ടവരാണ്. And we must use the funds that God entrusts to us. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന് കണക്ക് കൊടുക്കാൻ ഉള്ളവരാണ്. To promote his cause. അവരുടെ വേലയ്ക്കായിട്ട്. So we finally come to the day, October 22, 1844. അവസാനമായിട്ട് നമുക്ക് ആ ദിവസത്തിലേക്ക് വരാം. ഒക്ടോബർ 22, 1844. They were ready to receive their Lord. അവരെല്ലാവരും തയ്യാറായിട്ട് ഇരിക്കുകയാണ് തന്റെ ദൈവത്തിനെ എതിരേൽക്കുവാൻ വേണ്ടി. There was such a spirit of contrition. അവിടെ എല്ലാവർക്കും ആത്മാവിൽ നിറഞ്ഞവരായിട്ട് അവർ തയ്യാറായിരിക്കുന്നതാണ്. Of desire to be with the Lord. അവര് യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഇരിക്കുന്നതാണ്. They had inspected their hearts. അവരുടെ ഹൃദയങ്ങളിൽ അവര് അത് ആഗ്രഹിച്ചിരുന്നു. And they didn't find anything that was still separating them from God. അവരെയും ദൈവത്തെയും തമ്മിൽ പിരിക്കുന്ന ഏത് കാര്യങ്ങളും അവരുടെ അടുത്ത് നിന്ന് കാണുവാൻ സാധിക്കാൻ പറ്റിയില്ല. So they gathered in groups. അവര് ഒരു കൂട്ടമായി കൂടുകയുണ്ടായി. And waited for the Lord to come. അവര് എല്ലാവരും കാത്തിരുന്നു വരവിന് വേണ്ടി, ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി. There was a group in Miller's farm. അവര് ഒരു കൂട്ടം മില്ലറുടെ കൂടെ ഉണ്ടായിരുന്നു. There was a group with Hiram Edson. ഹൈമൈറ്റിന്റെ കൂടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. Ellen Harmon was with another group. എലൻ ഹാർമോന്റെ കൂടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. And the day was passing. അവിടെ ആ സമയം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. They waited in expectation. അവര് ആ ഒരു പ്രത്യാശയോട് കൂടെ കാത്തിരുന്നു. But as the day was, as the sun was setting, അവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ they remembered, at midnight there's a cry, so maybe the Lord will come at midnight. അവിടെ അവര് ഓർക്കുകയുണ്ടായി അർദ്ധരാത്രി ഒരു ശബ്ദം കേൾക്കും എന്ന്. And they anxiously waited until midnight. അവിടെ അവര് അർദ്ധരാത്രി വരെ അവര് ആംശയോട് കാത്തിരുന്നു ദൈവം വരുമെന്ന്. But when the bell sounded at midnight, അവിടെ അർദ്ധരാത്രിയിൽ അവിടെ ശബ്ദം കേൾക്കുമ്പോൾ they realized that they had again been disappointed. അവര് നിരാശയിലേക്ക് കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി. And the expectation was so great. അവര് ആഗ്രഹിച്ചിരുന്നത് കാണും എന്ന പ്രത്യാശയോട് കൂടെ ഇരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു. And to the same proportion was the disappointment. അതേപോലെ അവര് നിരാശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക്. To hear from Hiram Edson in his personal experience, ഹാരിസൺ എന്ന ആ വ്യക്തിയുടെ അനുഭവത്തിൽ കൂടെ പറയുമ്പോൾ he says, it is as if our fondest hopes were dashed to pieces. അവിടെ പറയുമ്പോൾ Most precious hopes. ഫൗണ്ടസ്കോപ്പ് എന്ന് പറഞ്ഞ Our most precious hope. അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായുള്ള വിശ്വാസം, ആ വിശ്വാസം അവര് were dashed to pieces. അവരുടെ വിശ്വാസം തകർക്കപ്പെട്ടു. അത് ചെറിയ ചെറിയ തുണ്ടുകളായിട്ട് തകർക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. And he said that they cried from midnight until day dawn. അവര് കരഞ്ഞ് നിലവിളിച്ചു അർദ്ധരാത്രി മുതൽ പ്രഭാതം വരെ അവര് കരഞ്ഞ് നിലവിളിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. I don't know if you ever experienced this. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. I cried many times already. ഞാനും പല തവണകളിലും കരച്ചിലിന്റെ അനുഭവത്തിൽ ഉണ്ടായിരുന്നു. But I don't remember crying for several hours uninterrupted. ഞാൻ ഓർക്കുന്നില്ല മണിക്കൂറുകളോളം ഞാൻ കരഞ്ഞതായിട്ട്.
when day dawned, അവിടെ ആ ദിവസം അസ്തമിച്ചപ്പോൾ, പ്രഭാതം വന്നപ്പോൾ, they gathered together, Hiram Edson and a few other people, അവരെ കുറെ പേര് ഒന്നിച്ചു കൂടുകയുണ്ടായി. and they prayed to the Lord. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. And they asked God to comfort them. ദൈവം അവരെ ആശ്വസിപ്പിക്കാനായിട്ട് അവര് ദൈവത്തോട് പ്രാർത്ഥിച്ചു. And they wanted more light. അവർക്ക് ഇനിയും പ്രകാശം വേണം, ദൈവത്തിന് വെളിച്ചം വേണമെന്ന്. They wanted to understand where they had erred. അവരുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ. They knew God had guided the movement. ദൈവത്തിന് അവരെ നിയന്ത്രിച്ച് അവരെ നടത്തിയ വിധങ്ങളെ ദൈവത്തിന് അറിയാമായിരുന്നു. They had seen the evidence of the manifestation of the Holy Spirit. അവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് ദൈവം അവരെ നടത്തിയ വിധങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാൻ പറ്റി. But yet their hopes were not fulfilled. അവരുടെ വിശ്വാസം അവരെ പൂർത്തീകരിച്ചില്ല. They were not realized. അവർ മനസ്സിലാക്കില്ല. So as they were praying, they felt that God was comforting them with a comfort that they hadn't experienced before. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് അവരെ നിറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാൻ പറ്റി. They were so happy and they went to have breakfast. അവര് സന്തോഷമുള്ളവരായിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കുവാനായിട്ട് അവർ കടന്നു ചെന്നു. Then Hiram Edson said to Brother Crozier, Brother Crozier, let's go over to the other group that is also disappointed. അവിടെ ഒരു വ്യക്തി പറയുണ്ടായി, ഇനിയൊരു കൂട്ടത്തോട് കൂടി ചെന്ന് നമുക്ക് പ്രഭാതത്തിന്റെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് പോയതായിട്ട് കാണുവാൻ സാധിക്കാൻ പറ്റും. And let's comfort them with the comfort that God gave us. നമുക്ക് ദൈവം തന്ന ആശ്വാസ കരങ്ങളെ കൊണ്ട് അവരെയും ആശ്വസിപ്പിക്കാം എന്ന് പറയുണ്ടായി. So they started on their way to reach the other group who was also disappointed. അവരെ നിരാശയിലൂടെ അനുഭവത്തിൽ ഇരുന്ന ഇനിയൊരു കൂട്ടത്തേക്ക് അവർ കടന്നു ചെല്ലുകയുണ്ടായി. But instead of going on the regular road, they took the field of crops. അവര് യഥാർത്ഥമായി നേരെയുള്ള പാതയിൽ അവർ കടന്നു ചെല്ലാതെ അവര് ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ കൂടെ അവർ കടന്നു ചെന്നു. Because I suppose they were very ashamed of what people would say to them, like saying, weren't you going up yesterday? What happened? അവര് ഓർത്തത് എന്ന് പറഞ്ഞാൽ ആ നേരെയുള്ള റോഡുകളിൽ കൂടെ പോകുമ്പോൾ അവർ മറ്റൊരു അവരെ കുറിച്ച് പറയും എന്ന്, അവരുടെ മുഖത്തിൽ എന്ത് പറയും, ഇന്നലെ നിങ്ങൾ ദൈവത്തോട് പോകുമെന്ന് പറഞ്ഞ വ്യക്തികൾ എന്ന് കളിയാക്കുമെന്ന് ഓർത്തുകൊണ്ട് അതിനെ ഓർക്കാതെ അവർ ഇടവഴികളിൽ കൂടെ സഞ്ചരിച്ച് പോവുകയുണ്ടായി. So to avoid public exposure and possibly harassment, they went through the cornfield. നേരെയുള്ള വഴികളിൽ കൂടെ പോകാതെ മറ്റവർ എന്ത് പറയുമെന്ന് ഓർത്തുകൊണ്ട് അവർ ഇടവഴികളിൽ കൂടെ കടന്നു ചെന്നു. And as they were walking, cornfield, yeah. Okay. As they were walking, അവർ ആ വഴി കൂടെ കടന്നു പോയപ്പോൾ Brother Crozier realized he was walking alone. അവിടെ ബ്രദർ ക്രോഷി അവര് തന്നെ നടന്നു പോകുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. And he turned back to see where Brother Edson അവിടെ പുറകോട്ട് തിരിഞ്ഞ് എഡ്സൺ ഉണ്ടോ എന്ന് നോക്കിയുണ്ടായി. And when he saw Brother Edson was looking up like this. എഡ്സൺ മേലോട്ട് നോക്കിക്കൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാൻ പറ്റും. So he asked him, Brother Edson, are you okay? എഡ്സന്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ നല്ലവണ്ണം ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. And Brother Edson replied, yes, Brother Crozier, and I think God is answering our prayer of this morning. എനിക്കൊരു കുഴപ്പമില്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് പറയുണ്ടായി. In Brother Edson's description, he said, the power of God came upon me in such a mighty way that I almost fell to the ground. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തി എന്നിന്മേൽ പകർന്ന് കടന്നു വന്നപ്പോൾ അത് എനിക്ക് നല്ലവണ്ണം ദൈവത്തോട് സംസാരിക്കാൻ ഇടപെട്ടു എന്ന് കാണുവാൻ സാധിക്കാൻ. He doesn't know whether it was a vision or an understanding, but it's like if he saw the heavens open and Jesus passing from the holy place to the most holy place. അവിടെ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ അത് ഒരു പ്രവചനമോ അല്ലെങ്കിൽ ഒരു സ്വപ്നമോ എന്നല്ല,
യേശു ക്രിസ്തു വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുവാൻ ഈ വ്യക്തിക്ക് കാണുവാൻ സാധിക്കാൻ പറ്റി. In the heavenly sanctuary. അവിടെ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ. But until now, they did not know that there was a sanctuary in heaven. ആ സമയം വരെ സ്വർഗത്തിൽ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. They were imagining that the earth was the sanctuary. അവരെല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ലോകത്തിൽ ഇരിക്കുന്നതാണ് വിശുദ്ധ മന്ദിരം എന്ന്. So when he saw Jesus going in the sanctuary in heaven, they decided to study the subject of the sanctuary. What is the sanctuary? അവിടെ യേശുക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലേക്ക് അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു പോകുന്നതിനെ കുറിച്ച് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് താല്പര്യം തോന്നി. So they went back to the books of Moses. അവിടെ അവരെ തിരിച്ച് മോശയുടെ എഴുത്തുകളിലേക്ക് കടന്നു ചെന്നു. And started studying the ritual and the furniture and what is the sanctuary. അവിടെ അവർ അതിനെക്കുറിച്ച് വിശുദ്ധ മന്ദിരം എന്താണ് അതിനെക്കുറിച്ച് വിശദീകരണമായിട്ട് അവർ പഠിക്കാൻ തുടങ്ങി. And they finally studied about the cleansing of the sanctuary. അവിടെ യഥാർത്ഥമായിട്ട് വിശുദ്ധ മന്ദിരം വിശദീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് ഉള്ള പഠനത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. And I know many of us already know what the sanctuary is all about, or at least the furniture, the rituals. അവിടെ എല്ലാവർക്കും നമുക്ക് അറിയാലോ വിശുദ്ധ മന്ദിരത്തിന്റെ ആ കാര്യങ്ങളെക്കുറിച്ച്. But it is good to review. അത് നമ്മൾ ഒരിക്കൽ കൂടി അതിനെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. Because the sanctuary in heaven is to be our study. ആ സ്വർഗത്തിലിരിക്കുന്ന വിശുദ്ധ മന്ദിരമാണ് അതിനെക്കുറിച്ചാണ് പഠിക്കുവാനുള്ള കാര്യം. And unfortunately there are false brothers and sisters who are even denying that there's a sanctuary in heaven. ഇനിയും ചില സഹോദര സഹോദരികൾ അവിടെ വിശുദ്ധ മന്ദിരം ഇല്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാൻ പറ്റും. So let's take a quick look at the sanctuary. നമ്മൾ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് ഒരു പെട്ടെന്നുള്ള ഒരു പഠനം നമുക്ക് നോക്കാം. The first view of the sanctuary is that there is an outer court. അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ പുറമേയുള്ള ഒരു കാര്യം. And then there are two apartments. പ്രാകാരം, വിശുദ്ധ മന്ദിരം, അതിവിശുദ്ധ മന്ദിരം, രണ്ട് കാര്യങ്ങൾ. വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. In the outer court there is the brazen altar and the laver. അവിടെ നമ്മൾ നോക്കുകയാണ്. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഈ സാറ് പറയുന്നത് കേട്ടോണ്ട് ഞാൻ പറയണം. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ സാറിലേ പറ്റുള്ളൂ. നിങ്ങളെ ശ്രദ്ധിച്ച് എനിക്ക് പറ്റില്ല. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാഹാരം. And then in the first apartment, which is called the holy place, there were three items. അവിടെ വിശുദ്ധ മന്ദിരം അതിലെ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ. The first item was the table of showbread on the right as you come in. കാഴ്ചയപ്പമുള്ള ഒരു സ്ഥലം. കാഴ്ച അപ്പത്തിന്റെ മേശ. The second item was the lampstand on the left. കുത്തുവിളക്ക്, നിലവിളക്ക്, കുത്തുവിളക്ക് എല്ലാം പറയാം. And the third item was the altar of incense. ധൂപപീഠം. Okay, so those were the items in the first apartment. അവിടെ ആദ്യത്തെ ആ സ്ഥലങ്ങളിൽ ഇതാണ് കാണുന്നത്. In the second apartment there was one item. അവിടെ രണ്ടാമത്തെ വിശുദ്ധ മന്ദിരത്തിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. It's called the Ark of the Covenant. അവിടെ ദൈവത്തിന്റെ സാക്ഷി പെട്ടകം. That was the most sacred part in the sanctuary. അവിടെ അതാണ് യഥാർത്ഥമായുള്ള ഒരു വിശുദ്ധമായുള്ള ഒരു കാര്യം. It was in the holy of holies. അവിടെ വിശുദ്ധത്തിൽ അതിവിശുദ്ധം എന്നാണ് പറയുന്നത്. But why was that so sacred? അത് എന്തുകൊണ്ടാണ് അതിവിശുദ്ധം എന്ന് പറയുന്നത്? Because the ark is a container, right? അത് ഒരു പെട്ടകം എന്ന് പറയുന്നത് ഒരു ഇതാണ്. It contains something inside. അതിന്റെ അകത്ത് ഏതാണ്ട് സംഭവം ഉണ്ട്. What was inside the ark? അതിന്റെ അകത്ത് എന്താണ് ഉള്ളത്? The 10 commandments. That's right. And what do they represent? What are they?
എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത്? What do the commandments show? The righteousness of God, right? They represent the character of God. അത് യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ വിശുദ്ധിയെ, ദൈവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവത്തിനെ വിശദീകരിക്കുന്നതാണ്. So the ark was the container for the commandments which represent the character of God. അവരുടെ സ്വഭാവത്തിനെ, ദൈവത്തിന്റെ സ്വഭാവത്തിനെ വിശദീകരിക്കുന്നതാണ്. On top of the ark, അതിന്റെ മേൽഭാഗം there was the mercy seat. What is that? കൃപാസനം. There was something that manifested on top of the mercy seat. What was that? എന്താണ് ആ കൃപാസനത്തിന്റെ മേളിൽ ഇരിക്കുന്നത്? The Shekinah. What was the Shekinah? എന്താണ് ഷെഖീന? The visible presence of God. ദൈവത്തിന്റെ യഥാർത്ഥമായുള്ള ഏത് സമയം ദൈവത്തിന്റെ തേജസ് അവിടെ കാണും. If anybody appeared in the presence of God and saw the Shekinah, he would die immediately. അത് ഏതൊരു വ്യക്തിയും അതിന്റെ ദൈവത്തിന്റെ ആ തേജസ്സിന്റെ സാന്നിധ്യത്തിന്റെ അടുത്തേക്ക് കടന്നു ചെന്നാൽ അപ്പോൾ തന്നെ മരിക്കപ്പെടും. So even in that day, in the Day of Atonement, when the high priest would come in, വിശുദ്ധ മന്ദിരം വിശദീകരിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ അകത്തേക്ക് കയറി വരുമ്പോൾ he had to release a lot of incense so that the cloud of incense would prevent him from being exposed to the Shekinah. ധൂപപീഠത്തിൽ ധൂപം യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് അനേകമായിട്ട് ധൂപവസ്തുക്കൾ മേളിൽ കയറിപ്പോണം, പോഹ ആയിട്ട് കയറിപ്പോണം. Okay. We will take next section. Okay, we will take a break. How many minutes? 10 minutes. 10 minutes break, and then we'll come back to this.